ഫിലോഡെൻഡ്രോൺ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലീഫുകളുള്ള ഒരു പ്ലാന്റാണ് ഈ കാണുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതിൽ കാണുന്നുണ്ട് 2 ലീഫുകൾ വൺ സൈഡ് ഒരു ഹാർട്ട് ലീഫ് ഷേപ്പുകളാണ് ഇതിൻ്റെ ലീഫിന്. ഒരുപാട് ഷേപ്പുള്ള ലീഫുകളുള്ളതുണ്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ പേര് നമ്മൾ പിങ്ക് പ്രിൻസസ് എന്നാണ് പറയുന്നത്. ഇതിലിപ്പോൾ ഈ 2 ലീഫ് മാത്രം ഇങ്ങനെ പകുതി ഒരു ഹാർട്ടിൻ്റെ പകുതി പിങ്കും പകുതി ബ്രൗൺ ആയിട്ട് 2 ചെറിയ 2 ലീഫുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലീഫുകളും ഒരുപോലെ ആയിരിക്കില്ല, പക്ഷേ കളർഫുൾ ഇതിപ്പോൾ ഈ താഴത്തെ ലീഫ് കണ്ടോ, ഒരു വേറെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതിലിതാ ചെറുതായിട്ടൊരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഈ ഒരു ലീഫിലും ചെറുതായിട്ട് പിങ്ക് വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു ഗ്രീനിഷ് കളറിലാണ്. പിന്നെ ഫുള്ള് ബ്രൗൺ ആയിട്ടൊരു ലീഫ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വലിയതായിട്ട് വരുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റ് ഒരുവിധം മെച്ചൂർഡ് ആയി കഴിഞ്ഞാലാണ് ഇതിൽ ഇതുപോലെ കളറുകൾ വന്നു തുടങ്ങുക. ഈ കളർ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിനെ നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിതിൽ സ്ഥിരമായിട്ട് ഇതുപോലത്തെ കളർഫുൾ ലീഫുകൾ വരുള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഈ റൂട്ട് കണ്ടോ, ഇത് ഏരിയൽ റൂട്ടാണ്. ഈ ഫിലോഡെൻഡ്രോൺ വിഭാഗത്തിൽപ്പെട്ട എല്ലാ പ്ലാന്റുകൾക്കും തന്നെ ഇതുപോലെ ഇങ്ങനെ ഏരിയൽ റൂട്ട്സ് ഉണ്ടാവും. ഏരിയൽ റൂട്ട്സ് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെമ്മിൽ നിന്ന് തന്നെ ഇങ്ങനെ താഴേക്ക് നമ്മുടെ ഈ മണി പ്ലാന്റിലൊക്കെ വരുന്ന പോലെ ഇങ്ങനെ റൂട്ടുകൾ താഴേക്ക് വരും. അത് എല്ലാ വിഭാഗം ഈ ഫിലോഡെൻഡ്രോൺ പ്ലാന്റുകളിലുണ്ട്. നമ്മൾ ഈ പ്ലാന്റ് നല്ല വലുതായിട്ട് ഇതുപോലെ വരണമെങ്കിൽ, ലീഫൊക്കെ അങ്ങനെ വലുതായിട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയൽ റൂട്ട്സൊക്കെ ഈ ചട്ടിയിലേക്ക് കയറ്റി വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുത്ത് വെച്ച് നമ്മൾ അതിനകത്ത് മണ്ണിടണം. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു അധികം നാൾ ഒരു 4 മാസമൊക്കെ മുന്നേ ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ ഏരിയൽ റൂട്ട്സ് അധികം പുറത്തേക്ക് കാണാത്തത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പ്ലാന്റ് ഒന്നും കൂടെ ഹെൽത്തിയായി, ലീഫുകളൊക്കെ ഭംഗിയായി, നല്ല കളർഫുൾ ലീഫും വന്നിട്ടുണ്ട്. വളരെ ഭംഗിയാണ് ആ ലീഫ് കാണാനായിട്ട്. ഇത് കണ്ടോ, ഒരു ഡാർക്ക് ബ്രൗൺ ലീഫാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വരും ലീഫുകളെന്ന് പറയാൻ പറ്റില്ല. ഇതിലിപ്പോൾ നമുക്ക് 2 ഭംഗിയുള്ള ലീഫുകൾ, ഇതിപ്പോൾ ഈ ഒരു ലീഫിൽ കണ്ടോ ബ്രൗണിൽ സൈഡിൽ മാത്രം ഒരു പിങ്ക്, നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ കളർഫുള്ളായിട്ടുള്ള ലീഫുകൾ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അതിൽ നല്ല കളർഫുൾ ലീഫുകൾ തന്നെയാണ് വരിക. ഇത് നല്ല ഈ കളറ് വന്നു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് എത്ര വില നഴ്സറിക്കാർ ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്കിത് നന്നായിട്ട് തന്നെ ജിഫിയിൽ നമുക്ക് ഈ പ്ലാന്റ് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ഒരു 50 രൂപയ്ക്ക് ഒരു ജിഫിയിലുള്ള ഒരു പ്ലാന്റ് ഞാൻ വാങ്ങിയതാണിത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു വർഷത്തിന് മുകളിലായിട്ടുണ്ട്. ഞാൻ ഈ ഒരു 1.5 വർഷമൊക്കെ ആയിക്കാണും ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ നേച്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നല്ല നീണ്ടു പോകും. അപ്പോൾ നമ്മളൊരു സ്റ്റിക്ക് എന്തെങ്കിലും വെച്ച് കൊടുത്ത് അതിലാണ് ഇത് പടർത്തി കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ നമുക്കിതുപോലെ ബുഷിയായിട്ടും പോട്ടിൽ വളർത്താം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബുഷിയായിട്ട് വളർത്തണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുഷിയായിട്ട് വളർത്തണമെങ്കിൽ മാത്രമല്ല അതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പുതിയ തൈകൾ അങ്ങനെ ഇതിനടിയിൽ താഴെ അങ്ങനെ തൈകൾ വരില്ല. അപ്പോൾ നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിലും കട്ട് ചെയ്തിട്ട് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ നീണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ സ്റ്റിക്കിലൊക്കെ കൊടുത്ത് വെക്കാൻ സൗകര്യമുള്ള സ്ഥലമൊക്കെ കുറവായതുകൊണ്ട് ഞാനതിനെ കട്ട് ചെയ്തിട്ട് കുഴിച്ചിട്ട് വെച്ചു. അതുകൊണ്ടാണ് ഇതിലിങ്ങനെ ഒരു 3 തൈകളായിട്ട് നമുക്കിതിലിങ്ങനെ കാണുന്നത്. അല്ലാതെ അത് പുതിയതായിട്ട് അതിൽ തൈ ഉണ്ടാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല, ഞാനത് കണ്ടിട്ടുമില്ല അങ്ങനെ തൈകൾ. പക്ഷെ മറ്റ് വെറൈറ്റികളിലൊക്കെ കൂടുതൽ നമ്മൾ തൈകൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിൽ നമുക്കങ്ങനെ തൈകൾ കാണാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് വളം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഒരുപാട് വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലാന്റിന് നമ്മൾ പോട്ട് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കുന്ന വളം മാത്രം മതി. പിന്നെ അത് 2 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ റീപോർട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു ചെറിയൊരു പോട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പ്ലാന്റ് കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ഈ ഏരിയൽ റൂട്ട്സിനൊക്കെ മണ്ണിലേക്ക് ആക്കിയിട്ട് ഞാൻ അതിനെ റീപോർട്ട് ചെയ്ത് വെച്ചാണ്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളത് വെക്കുന്ന സ്ഥലമാണ്. അതാണ് അതിൻ്റെ ആ കളറിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു സ്ഥലത്താണ് ഞാൻ ഇതുവരെ വെച്ചിരുന്നത്. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഒട്ടും ഡയറക്റ്റ് സൺലൈറ്റ് ആ ലീഫിൽ തട്ടാൻ പാടില്ല. തട്ടിക്കഴിഞ്ഞാൽ അതിനൊരു പൊള്ളി ഇരിക്കണ പോലെ ഇരിക്കും. ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ ഇവിടെ വെച്ചിരിക്കണത്, ഇതിപ്പോൾ മഴയൊക്കെ പോയി വെയിൽ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം വെച്ച സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ വെയിൽ ചെറുതായിട്ട് വരും. അവിടെ വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ലീഫിൽ കളറും വരില്ല, അത് പെട്ടെന്ന് ഫെയ്ഡായി പോവുകയും ചെയ്യും. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു ഏരിയയിലാണ് അത് വെച്ചിരിക്കുന്നത്. ഈ ഗാർഡനിലേക്ക് കിടക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ ഒട്ടും വെയിൽ തട്ടാത്തൊരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഈ ഫിലോഡെൻഡ്രോൺ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. അതിന് ഒരുപാട് വളം ആവശ്യമില്ല. പ്ലാന്റ് ഹെൽത്തി ആയി വരണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയൽ റൂട്ട്സൊക്കെ അതിന് അകത്തേക്ക് ചട്ടിക്കകത്തായിട്ട് അതിന് മുകളിൽ മണ്ണിട്ട് കൊടുക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അത് എവിടെയാണോ നമ്മൾ വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചാണ് ആ ലീഫിൻ്റെ കളറ് കൃത്യമായിട്ട് വരിക. മെച്ചേർഡ് പ്ലാന്റ് ആകുമ്പോഴാണ് ഈ കളർ വന്നു തുടങ്ങുക. ഈ കളർ വന്നു തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ പ്ലാന്റിനെ പ്രത്യേകം പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം.